ക്ലാസ്സിൽ നമ്മൾ ബോർസ് മോഡൽ ഓഫ് ആറ്റം, ബോർസ് മോഡലിൻ്റെ മെറിറ്റ്സ്, ലിമിറ്റേഷൻസ് ഇവയൊക്കെ കണ്ടു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. 1905 ഐൻസ്റ്റീൻ സജസ്റ്റ് ചെയ്തിരുന്നു ലൈറ്റിന് ഡ്യുവൽ ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ മാറ്ററിനും ഡ്യുവൽ നേച്ചർ ഉണ്ട് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ലൂയിസ് ഡി ബ്രോഗ്ലി. 1923 ലൂയിസ് ഡി ബ്രോഗ്ലി ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ സജസ്റ്റ് ചെയ്യുന്നത്. ഈ ഡ്യുവൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡ്യുവൽ എന്ന് പറഞ്ഞാൽ ടു എന്നാണ് അർത്ഥം. അതായത് എല്ലാ മാറ്ററിനും രണ്ട് തരത്തിലുള്ള പ്രോപ്പർട്ടീസും ഉണ്ട്, രണ്ട് തരത്തിൽ ബിഹേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ്? പാർട്ടിക്കിൾ നേച്ചറും അതേപോലെ വേവ് നേച്ചറും. രണ്ട് സ്വഭാവവും മാറ്ററിനുണ്ട് എന്നാണ് ഡി ബ്രോഗ്ലി പറയുന്നത്. മാറ്റർ എക്സിബിറ്റ് ഡ്യുവൽ ബിഹേവിയർ ദാറ്റ് ഈസ് ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ്. അങ്ങനെയുള്ളൊരു പാർട്ടിക്കിളിൻ്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ഇക്വേഷൻ അദ്ദേഹം ഡിറൈവ് ചെയ്തു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ. അപ്പോൾ ഈ ഡി ബ്രോഗ്ലി ഇക്വേഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ലാംഡ ഇസ് ഈക്വൽ ടു h/mv. ഈ ഇക്വേഷനെയാണ് നമ്മൾ ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്, h എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, m ഇറ്റ് ഇസ് ദ മാസ് ഓഫ് ദി പാർട്ടിക്കിൾ, v ഈസ് ദി വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. ഡി ബ്രോഗ്ലിയുടെ ഈ ഒരു സിദ്ധാന്തം അനുസരിച്ച് മൂവ് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കിളിനും രണ്ട് തരം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഏതൊക്കെയാണ്? വേവ് നേച്ചറും അതേപോലെ തന്നെ പാർട്ടിക്കിൾ നേച്ചറും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പരസ്പരം നമ്മൾ മനുഷ്യന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണുമ്പോൾ നമ്മൾ വേവിൻ്റെ രൂപത്തിലാണോ കാണുന്നത്? അല്ല അല്ലേ. ഒരാളെ കൃത്യമായിട്ടൊരു സ്ഥലത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അയാളെ നമ്മൾ കൃത്യമായിട്ടൊരു പാർട്ടിക്കിളായിട്ട് ഒരു ഒബ്ജക്റ്റായിട്ട് തന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, വേവായിട്ടല്ല ഒബ്സർവ് ചെയ്യുന്നത് അല്ലേ. അതെന്തുകൊണ്ടായിരിക്കും? അതിനും ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ ഡി ബ്രോഗ്ലി തന്നിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ലാർജ് മാസ്സുള്ള ഒബ്ജക്ട്സിൻ്റെ കേസിൽ വേവ് ലെങ്ത് തീരെ ചെറുതായിരിക്കും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഇക്വേഷൻ, ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ നോക്കൂ. ലാംഡ ഇസ് ഈക്വൽ ടു h/mv എന്നാണ് ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഈ മാസ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ കിടക്കുന്നൊരു വാല്യൂ ആണ്. അപ്പോൾ ഈ മാസിൻ്റെ വാല്യൂ വലുതാവും തോറും ഈ ലാംഡയ്ക്ക് എന്ത് സംഭവിക്കും? ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്, അത് കുറഞ്ഞുകൊണ്ട് വരും അല്ലേ. അപ്പോൾ മാസ് കൂടുന്തോറും അല്ലെങ്കിൽ വലിയ മാസ്സുള്ള ഒബ്ജക്ട്സിൻ്റെയൊക്കെ വേവ് ലെങ്ത് ചെറുതായിരിക്കും. വേവ് ലെങ്ത് എന്ന് പറയുന്നത് വേവിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് അല്ലേ. വേവിന് മാത്രമേ വേവ് ലെങ്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാസ് കൂടിയ ഒബ്ജക്ട്സിന് വേവ് ലെങ്ത് കുറവാണ്, അഥവാ വേവ് ക്യാരക്ടർ കുറവാണ്. പക്ഷെ മാസ് തീരെ കുറഞ്ഞ ഒബ്ജക്ട്സിൻ്റെ കേസ് എടുത്താലോ, അതായത് തീരെ കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് അതുപോലെ സബാറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെയൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ മാസ് കുറയും തോറും എന്ത് സംഭവിക്കും? ലാംഡ വലുതാവും അല്ലേ, വേവ് ലെങ്ത് വലുതാവും. അതായത് മാസ് കുറഞ്ഞ ഒബ്ജക്ട്സിന് വേവ് ലെങ്ത് കൂടുതലാണ് അല്ലെങ്കിൽ വേവ് ക്യാരക്ടർ കൂടുതലാണ്. അപ്പോൾ എല്ലാ മാറ്ററിനും രണ്ട് തരം സ്വഭാവമുണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. പക്ഷേ എന്താണ് പ്രത്യേകത? എന്താണ്? ലാർജ് മാസ് ഉള്ള ഒബ്ജക്ട്സിൻ്റെ കേസിൽ പാർട്ടിക്കിൾ നേച്ചറാണ് പ്രീഡൊമിനേറ്റ് ചെയ്യുക, കൂടുതലുണ്ടാവുക പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോലെയുള്ളതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബോൾ എടുക്കുകയാണെങ്കിലും ഒരു പേന എടുക്കുകയാണെങ്കിലും പെൻസിൽ എടുക്കുകയാണെങ്കിലും അതൊക്കെ കുറച്ചും കൂടി മാസ് കൂടിയ ഒബ്ജക്ട്സ് ആണ്. അവരുടെയൊക്കെ കേസിൽ പാർട്ടിക്കിൾ നേച്ചർ പ്രീഡൊമിനേറ്റ്സ് ഓവർ വേവ് നേച്ചർ, അതാണ് മുൻതൂക്കം കൂടുതലുള്ളത്. നേരെ മറിച്ച് ചെറിയ മാസുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവരുടെ മാസ് തീരെ ചെറുതാണ്, അവർക്കും രണ്ട് തരം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ അവർക്ക് ഏതാണ് കൂടുതലുള്ളത്? വേവ് നേച്ചറാണ് കൂടുതലുള്ളത്. ഇപ്പോൾ ലാർജ് മാസ്സുള്ള പാർട്ടിക്കിൾസിൻ്റെ കേസിൽ വേവ് പ്രോപ്പർട്ടി ഡിറ്റക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുണ്ടെങ്കിൽ കൂടി വേവ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പാർട്ടിക്കിൾ നേച്ചറാണ് അവരുടെ അടുത്ത് കൂടുതലുണ്ടാവുക. നേരെ മറിച്ച് സ്മോൾ മാസ്സുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ 10⁻⁻⁻ ആ ഒരു റേഞ്ചിൽ വെയിറ്റ് വരുന്ന പാർട്ടിക്കിൾസിൻ്റെയൊക്കെ കേസിൽ, അതാണ് സബാറ്റോമിക് പാർട്ടിക്കിൾസ് നമ്മൾ എടുത്തു പറയുന്നത്. അവരുടെയൊക്കെ കേസിൽ എന്താണ്? വേവ് നേച്ചറാണ് ഡിറ്റക്റ്റ് ചെയ്യാൻ എളുപ്പം, പാർട്ടിക്കിൾ നേച്ചർ അവരെ നമുക്ക് കാണാൻ തീരെ ബുദ്ധിമുട്ടാണ്. വേവ് ലെങ്ത് ഓഫ് ഒബ്ജക്ട്സ് ഹാവിങ് ലാർജ് മാസസ് ആർ സോ ഷോർട്ട് ദാറ്റ് ദെയർ വേവ് പ്രോപ്പർട്ടീസ് കനോട്ട് ബി ഡിറ്റക്റ്റഡ്. അതായത് വലിയ മാസ്സുള്ള ഒബ്ജക്ട്സിൻ്റെ വേവ് പ്രോപ്പർട്ടി തീരെ ചെറുതായിരിക്കും, അതുകൊണ്ട് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്.
വേവ് ലെങ്ത് ഓഫ് പാർട്ടിക്കിൾസ് ഹാവിങ് വെരി സ്മോൾ മാസസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് എക്സ്പെരിമെൻ്റലി. അതെന്ന് പറഞ്ഞാലോ തീരെ ചെറിയ മാസമുള്ള ഒബ്ജക്ട്സിൻ്റെ വേവ് ലെങ്ത് നമുക്ക് എക്സ്പെരിമെൻ്റലി ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ മറ്റേ ലാർജ് മാസമുള്ള ഒബ്ജക്ട്സിൻ്റെ വേവ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതാണ് ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഡി ബ്രോഗ്ലിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഓർക്കേണ്ടത് എല്ലാ മാറ്ററിനും എല്ലാ സാധനങ്ങൾക്കും രണ്ട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. പക്ഷേ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് എന്താണ് ഈ രണ്ട് പ്രോപ്പർട്ടീസിൽ ഒന്നിനായിരിക്കും കൂടുതൽ എന്താ പറയുക ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുക. ലാർജ് മാസുള്ള ഒബ്ജക്ട്സിൻ്റെ കേസിൽ പാർട്ടിക്കിൾ നേച്ചർ ആയിരിക്കും കൂടുതൽ, സ്മോൾ മാസുള്ള ഒബ്ജക്ട്സിൻ്റെ കേസിൽ വേവ് നേച്ചർ ആയിരിക്കും കൂടുതൽ. ഈ ഡി ബ്രോഗ്ലി ഇക്വേഷൻ മറക്കരുത് കേട്ടോ. ലാംഡ ഇസ് ഈക്വൽ ടു h/mv. ഈ ഇക്വേഷൻ മറ്റൊരു ഫോം കൂടിയുണ്ട്, m/v എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാം, മൊമെൻറ്റമാണ് അല്ലേ. മാസ് ഇൻറ്റു വെലോസിറ്റി ഈസ് ഓൾസോ നോൺ ആസ് മൊമെൻറ്റം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ മറ്റൊരു ഫോം കൂടിയുണ്ട്, ലാംഡ ഈസ് ഈക്വൽ ടു h/p എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. p എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം. ഓക്കെ, നമുക്കിനി അടുത്ത പ്രിൻസിപ്പിളിലേക്ക് കിടക്കാം. ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അഥവാ ഹൈസൻബർഗിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം. 1927 ജർമ്മൻ ഫിസിസ്റ്റായ വെർണർ ഹൈസൻബർഗാണ് ഈ ഒരു പ്രിൻസിപ്പിൾ സജസ്റ്റ് ചെയ്തത്. എന്താണ് ഈ പ്രിൻസിപ്പിൾ പറയണതെന്ന് നമുക്ക് നോക്കാം. ഇത് പറയുന്നതിൻ്റെ മുന്നേ ഞാൻ പറയട്ടെ, ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് കേട്ടോ. നമ്മുടെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇതിൻ്റെ ഈ പ്രിൻസിപ്പിളും പഠിക്കണം, അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ പഠിക്കണം, ഇത് വെച്ച് പ്രോബ്ലം ചെയ്യാനും പഠിക്കണം. ഓക്കെ, അപ്പോൾ എന്താണിത് പറയണത് നോക്കാം. അക്കോർഡിംഗ് ടു ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിറ്റർമൈൻ ബോത്ത് ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ സബാറ്റോമിക് പാർട്ടിക്കിൾ സൈമുൾട്ടേനിയസ്ലി ആൻഡ് പ്രിസൈസ്ലി. അതായത് ഒരു സബ് ആറ്റോമിക് പാർട്ടിക്കിളിൻ്റെ സ്ഥാനവും ആക്കവും കൃത്യമായും ഒരുമിച്ചും കണ്ടുപിടിക്കാൻ സാധ്യമല്ല എന്നാണ് ഹൈസൻബർഗിൻ്റെ അനിശ്ചിതത്വ തത്വം പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ പോലുള്ളൊരു സബാറ്റോമിക് പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും നമുക്ക് ഒരുമിച്ചും കൃത്യമായും കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുന്നത്? ഇപ്പോൾ ഇലക്ട്രോണിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? തീരെ വെയിറ്റ് ഇല്ലാത്ത പാർട്ടിക്കിളാണ് അല്ലേ, വളരെ ലൈറ്റായിട്ടുള്ള പാർട്ടിക്കിളാണ്. അപ്പോൾ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ലൈറ്റ് ഉപയോഗിച്ചാൽ ലൈറ്റിൽ എന്താ ഉള്ളത് നമുക്കറിയാം, ഫോട്ടോൺസ് ആണ്. ആ ഫോട്ടോണിൻ്റെ ഒരു ചെറിയ കണിക ഈ ഇലക്ട്രോണിൻ്റെ മേലേക്ക് തട്ടി എന്ത് സംഭവിക്കും? ആ ഇലക്ട്രോൺ അവിടെ അങ്ങനെ ഇരിക്കില്ല, അതിൻ്റെ പൊസിഷനിൽ മാറ്റം വരാം, അല്ലെങ്കിൽ അതിൻ്റെ ആ പോകുന്ന ഡയറക്ഷനിൽ മാറ്റം വരാം. അതുകൊണ്ട് നമുക്ക് പൊസിഷനോ മൊമെൻറ്റോ ഏതെങ്കിലും ഒന്നേ നമുക്ക് ഒരേ സമയം കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. പൊസിഷൻ നമ്മൾ കൃത്യമായി കണ്ടുപിടിച്ചാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന മൊമെൻറ്റം തെറ്റായിരിക്കും. മൊമെൻറ്റം കൃത്യമായി കണ്ടുപിടിച്ചാൽ നമ്മൾ കണ്ടുപിടിച്ച പൊസിഷൻ തെറ്റായിരിക്കും. ഏതെങ്കിലും ഒരു സാധനം മാത്രം, ഒരു കാര്യം മാത്രം, പൊസിഷൻ ഓർ മൊമെൻറ്റം ഏതെങ്കിലും ഒന്നേ ഒരു സമയത്ത് നമുക്ക് കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഒന്ന് നോക്കാം. ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, ഡെൽറ്റ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം. അപ്പോൾ നമ്മൾ പൊസിഷൻ കൃത്യമായി കണ്ടുപിടിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മുടെ മൊമെൻറ്റത്തിൽ വരുന്ന അൺസർട്ടനിറ്റി കൂടുതലായിരിക്കും. നേരെ മറിച്ച് മൊമെൻറ്റം അതായത് പി കൃത്യമായി കണ്ടുപിടിച്ചാൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ വിൽ ബി ലാർജ്. അപ്പോൾ ഈ പൊസിഷനും മൊമെൻറ്റവും നമ്മൾ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ആ രണ്ടെണ്ണത്തിലും വരുന്ന അവ്യക്തത അല്ലെങ്കിൽ അതിൽ വരുന്ന പിഴവ് എന്ന് പറയുന്നത് എന്തായാലും ഉണ്ടായിരിക്കും. അത് h/4πയേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മിനിമം h/4π എങ്കിലും ആയിരിക്കുമെന്നാണ് ഈ ഒരു ഇക്വേഷൻ പറയുന്നത്. That is, if the uncertainty in position is less, then the uncertainty in momentum would be large. അതായത് പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പൊസിഷൻ നമ്മൾ കൃത്യമായി കണ്ടുപിടിച്ചാൽ മൊമെൻറ്റത്തിലുള്ള അവ്യക്തത കൂടുതലായിരിക്കും അല്ലേ. അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം വുഡ് ബി ലാർജ്. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ദ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ഈസ് ലെസ്, അതായത് മൊമെൻറ്റത്തിലുള്ള അൺസർട്ടനിറ്റി കുറവാകുക എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം നമ്മൾ കൃത്യമായി കണ്ടുപിടിച്ചു എങ്കിൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ വുഡ് ബി ലാർജ്.
ഓക്കെ, ഡെൽറ്റ എക്സ്, അതായത് നമുക്ക് എക്സ് കണ്ടുപിടിക്കുന്ന പൊസിഷൻ കണ്ടുപിടിച്ചപ്പോൾ വന്ന ആ ഒരു അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് വലുതായിരിക്കും. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെയും അൺസർട്ടനിറ്റിയുടെ പ്രോഡക്റ്റ് ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം, ആ സിമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഗ്രേറ്റർ ദാൻ്റെ സൈൻ ഇട്ട് അതിൻ്റെ താഴെ ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. അപ്പോൾ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വളരെ സിമ്പിളാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിറ്റർമൈൻ ബോത്ത് ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ സബാറ്റോമിക് പാർട്ടിക്കിൾ സൈമുൾട്ടേനിയസ്ലി ആൻഡ് പ്രിസൈസ്ലി. അതായത് ഒരു സബാറ്റോമിക് പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും ഒരുമിച്ചും കൃത്യമായും കണ്ടുപിടിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഈ ഇക്വേഷൻ്റെ വേറൊരു 1-2 ഫോം കൂടിയുണ്ട്, അതും കൂടി ഒന്ന് നമുക്ക് നോക്കാം. കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ആവശ്യം വരും. ഈ പി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ പീനെ നമുക്ക് mv എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഡെൽറ്റ പി എന്നുള്ളതിന് പകരം നമുക്ക് m ഡെൽറ്റ വി എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷന് മറ്റൊരു ഫോമാണ് ഡെൽറ്റ എക്സ് m ഡെൽറ്റ വി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഇതിൽ വിക്ക് മാത്രം ഡെൽറ്റ സൈൻ ഇടാനുള്ള കാരണം മനസ്സിലായില്ലേ? കാരണം എന്താണ്, വെലോസിറ്റിയിൽ മാത്രമേ ചേഞ്ച് വരുള്ളൂ, മാസ് കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ അതിലെന്തായാലും വ്യത്യാസമൊന്നും വരാനില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഡെൽറ്റ സൈന് വെലോസിറ്റിക്ക് മാത്രം കൊടുത്തത്. ഈ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എക്സ് ഡെൽറ്റ വി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഈ 3 ഇക്വേഷൻസ് ഒന്ന് മനസ്സിലുണ്ടായിക്കോട്ടെ കേട്ടോ. എന്നാൽ നമുക്ക് നോക്കാം വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പിൾ മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിന് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണ്. അതായത് ഇലക്ട്രോൺ പോലെയുള്ള വളരെ മാസ് കുറഞ്ഞ ഒബ്ജക്ട്സിൻ്റെ മൂവ്മെൻറ്റിൽ മാത്രമേ ഈ പ്രിൻസിപ്പിൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെപ്പോലെ അല്ലെങ്കിൽ ഹയർ മാസ്സുള്ള ഒബ്ജക്ട്സിൻ്റെ കേസിലൊന്നും, ലാർജ് മാസ്സുള്ള ഒബ്ജക്ട്സിൻ്റെ കേസിലൊന്നും ഈ പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ അല്ല. കാരണം നമുക്കറിയാം നമ്മുടെ മേലെയൊക്കെ ഇപ്പോൾ ലൈറ്റ് അടിച്ച് നോക്കി എന്നുള്ളത് കൊണ്ട് ഫോട്ടോൺ വന്ന് പതിക്കുമ്പോൾ നമ്മുടെ പൊസിഷൻ മാറുകയോ അല്ലെങ്കിൽ മൊമെൻറ്റം മാറുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം നമുക്ക് നല്ല വലിയ മാസ്സുള്ള ഒബ്ജക്ട്സ് ആണ് നമ്മളൊക്കെ അല്ലേ. അപ്പോൾ അതുപോലെ ലാർജർ മാസ്സുള്ള ഒബ്ജക്ട്സിനൊന്നും ഈ പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ അല്ല. വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ മാത്രമാണ് ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞു, നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോട്ടോൻ്റെ ഒരു ചെറിയ കണിക തട്ടുമ്പോൾ തന്നെ അവരുടെ പൊസിഷനിൽ അല്ലെങ്കിൽ അവരുടെ ഡയറക്ഷനിൽ മാറ്റം വരുന്നത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല, ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു തത്വത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദിസ് പ്രിൻസിപ്പിൾ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ദ മോഷൻ ഓഫ് മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ്. ഇനി മറ്റൊരു പ്രത്യേകത, അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ വി കനോട്ട് ഡിറ്റർമൈൻ ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ. അത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, പ്രിൻസിപ്പിൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷനും മൊമെൻറ്റവും കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് ഈ പ്രിൻസിപ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി തേർഡ് സിഗ്നിഫിക്കൻസ് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഇറ്റ് റൂൾസ് ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാത്സ് ഓർ ഓർബിറ്റ്സ് ഓഫ് ഇലക്ട്രോൺസ്. അതായത് നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ കണ്ടു, നീൽസ് ബോർ പറഞ്ഞിട്ടുണ്ട് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായ ഒരു സർക്കുലാർ പാത്തിലൂടെയാണ്. അതിനെ നമുക്ക് ഓർബിറ്റ് എന്ന് വിളിക്കാമെന്ന് അല്ലേ. പക്ഷേ ഈ ഹൈസൻബർഗിൻ്റെ ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് അങ്ങനെ കൃത്യമായ ഒരു പാത എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇലക്ട്രോണിൻ്റെ മേലെ ഫോട്ടോൺ വന്ന് പതിച്ചാൽ ആ ഇലക്ട്രോൺ അതിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോകും, അത് വേറൊരു ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യും. അങ്ങനെ അപ്പോൾ കൃത്യമായ സർക്കുലാർ പാത്ത് എന്നുള്ള ആ ഒരു വാക്ക് നമ്മളവിടെ ഒഴിവാക്കേണ്ടി വരും. അതാണ് പറയുന്നത് ഇറ്റ് റൂൾസ് ഔട്ട്. റൂൾസ് ഔട്ട് എന്ന് പറഞ്ഞാൽ വെട്ടിക്കളയുക, നമ്മളത് ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ കൃത്യമായ ഒരു പാതയിലൂടെ ഇലക്ട്രോൺ സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ് നമ്മളവിടെ ഒഴിവാക്കേണ്ടി വരും. പകരം നമുക്ക് എന്താ പറയാൻ പറ്റുക? വി ക്യാൻ ഓൺലി സേ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അറ്റ് എ ഗിവൺ പോയിന്റ്. ഇലക്ട്രോണിനെ കാണാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലം ന്യൂക്ലിയസിന് ചുറ്റുമുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യത, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇലക്ട്രോൺ കൃത്യമായ ഇങ്ങനെ സർക്കുലാർ പാത്തായ ഓർബിറ്റിലൂടെ സഞ്ചരിക്കുന്നതിന് കൃത്യമായ ഒരു പാത നമുക്കൊരിക്കലും ഇലക്ട്രോണിന് ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. ഒരു മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള
കാണാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ഭാഗം ന്യൂക്ലിയസിന് ചുറ്റുമുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിലെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ദിസ് പ്രിൻസിപ്പിൾ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ദ മോഷൻ ഓഫ് മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ്. അതായത് വളരെ ചെറിയ ഒബ്ജക്ട്സിൻ്റെ കേസിൽ മാത്രമാണ് അതായത് ഇലക്ട്രോൺ പോലെയുള്ള ഒബ്ജക്ട്സിൻ്റെ മോഷൻ്റെ കേസിൽ മാത്രമാണ് ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊന്നും ലാർജ് മാസുള്ള ഒബ്ജക്ട്സിൻ്റെ കേസിലൊന്നും ഈ തിയറി അപ്ലിക്കബിൾ അല്ല. പിന്നെ മറ്റൊന്ന് നമ്മൾ പറഞ്ഞു, ഈ ഒരു തിയറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഓർബിറ്റ് എന്നുള്ള കൺസെപ്റ്റ് നമ്മളിവിടെ ഒഴിവാക്കേണ്ടതായിട്ട് വരും. അതായത് കൃത്യമായൊരു പാത ഇലക്ട്രോൺസിന് നമുക്ക് ഒരിക്കലും നിർദ്ദേശിക്കാൻ സാധിക്കില്ല. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ഭാഗമുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്കിന്ന് അടുത്ത ആറ്റത്തിൻ്റെ മോഡലിലേക്ക് കിടക്കാം. അതാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ ദിസ് മോഡൽ ഓഫ് ആറ്റം വാസ് സജസ്റ്റഡ് ബൈ എർവിൻ ഷ്രോഡിഞ്ചർ ആൻഡ് വെർണർ ഹൈസൻബർഗ്. ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വളരെ വാസ്റ്റായിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് അതിൻ്റെ വളരെ ബേസിക് ആയിട്ടൊരു ഇക്വേഷൻ മാത്രമേ നിങ്ങൾക്ക് ഈ +2 സിലബസ് പ്രകാരം പഠിക്കാനുള്ളൂ. അപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ ഹയർ സ്റ്റഡീസിന് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ ഇതാണ്: H cap psi is equal to E psi. H cap എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ കോൾഡ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ പറയുന്ന പോലെ ഒരു ഓപ്പറേറ്ററാണ്. H cap എന്ന് പറഞ്ഞാൽ എച്ചിൻ്റെ മേലെ കണ്ട ഇങ്ങനെ ഒരു തൊപ്പിട്ട് കൊടുക്കണ മാതിരി ഇങ്ങനെ ഒരു ചെറിയ ഒരു ആംഗിൾ വരയ്ക്കുക, അതാണ് H cap. ഇറ്റ് ഈസ് കോൾഡ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം, ദറ്റ് ഈസ് സം ടോട്ടൽ ഓഫ് ഓൾ ദ എനർജി, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി എല്ലാത്തിനെയും കൂടി സമ്മിനെയാണ് E എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സൈ എന്ന് പറഞ്ഞാൽ PSI എന്നാണ് നമ്മൾ പക്ഷേ പ്രൊനൗൺസ് ചെയ്യുക, P സൈലൻ്റ് ആണ്, സൈ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. അഗെയിൻ ഒരു ഗ്രീക്ക് ലെറ്ററാണ്. ഇറ്റ് ഈസ് കോൾഡ് വേവ് ഫംഗ്ഷൻ. സൈ ഈസ് കോൾഡ് വേവ് ഫംഗ്ഷൻ. ഇനി നമുക്ക് പറയാനുള്ളത് ഈ സൈ വേവ് ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് സൈയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ സൈക്ക് പ്രത്യേകിച്ച് ഒരു സിഗ്നിഫിക്കൻസും ഇല്ല, കാരണം ഫിസിക്കലായിട്ട് അതിൻ്റെ സിഗ്നിഫിക്കൻസും ഇല്ല. വേവ് ഫംഗ്ഷൻ സൈ ഇസ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ മീനിങ്. പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആളാരാണ്? സൈ സ്ക്വയറാണ്. നമ്മളിപ്പോൾ കണ്ട ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സൈൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ആ സൈക്ക് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ലെങ്കിലും സൈൻ്റെ സ്ക്വയറിനാണ് സിഗ്നിഫിക്കൻസ് ഉള്ളത്. ആ സൈ സ്ക്വയറിൻ്റെ വാല്യൂവിൽ നിന്നാണ് നമുക്ക് ഇലക്ട്രോണിനെ കാണാൻ കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ഏരിയയെക്കുറിച്ചുള്ള വിവരം കിട്ടുന്നത്. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി എവിടെയാണ്, ഏറ്റവും കൂടുതൽ സാധ്യത എവിടെയാണ് എന്ന് നമുക്ക് അറിയുന്നത് സൈ സ്ക്വയറിൻ്റെ വാല്യൂവിൽ നിന്നാണ്. അതുകൊണ്ട് സൈ സ്ക്വയർ ഇസ് നോൺ ആസ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പോൾ സൈയെക്കുറിച്ച് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? സൈ ഇറ്റ് സെൽഫ് ഹാസ് നോ ഫിസിക്കൽ മീനിങ് അല്ലെങ്കിൽ നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. സൈക്ക് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ദ സിഗ്നിഫിക്കൻറ്റ് ക്വാണ്ടിറ്റി ഈസ് സൈ സ്ക്വയർ. സൈ സ്ക്വയർ ആണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. ഫ്രം ദ വാല്യൂ ഓഫ് സൈ സ്ക്വയർ ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രെഡിക്റ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ അറൗണ്ട് ദ ന്യൂക്ലിയസ്. അതെന്താ പറഞ്ഞ് മനസ്സിലായില്ലേ? സൈ സ്ക്വയറിൽ നിന്നാണ് നമുക്ക് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സൈ സ്ക്വയർ ഈസ് നോൺ ആസ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിനെ കുറിച്ച് നമുക്ക് ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് ആ ഇക്വേഷൻ ഒന്ന് പഠിക്കുക, എന്താണ് സൈയുടെ സിഗ്നിഫിക്കൻസ്, എന്താണ് സൈ സ്ക്വയറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നും മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തിയാലോ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.